الرحمن الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين. നമ്മൾ സൂറത്തു റാഅദാണ് വായിച്ചത്. അതിൽ 11 ആയത്തുകൾ കുറേശ്ശെ വിശദീകരിച്ചിട്ടുണ്ട്. 11ാമത്തെ ആയത്തിൽ വിശ്വാസികളുടെ മുന്നിലും പിന്നിലും അള്ളാഹു മലക്കുകളിൽ നിന്നുള്ള പ്രത്യേക സംഘങ്ങളെ ഏർപ്പെടുത്തുമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് അവർ അവരെ സംരക്ഷിക്കുമെന്നും അതോടൊപ്പം സ്വന്തം മനസ്സിലുള്ളത് മാറ്റാത്തിടത്തോളം കാലം അള്ളാഹു ഒരു സമൂഹത്തെയും മാറ്റുകയില്ല. അള്ളാഹു ഏതെങ്കിലും സമൂഹത്തിന് പ്രയാസം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹുവിന് പുറമെ ഒരു രക്ഷകനെയും അവന് കണ്ടെത്താൻ സാധിക്കുകയില്ല. മാലഹും മിൻ ദൂനിഹി മിൻ വാല്, ഒരു രക്ഷകനെയും കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മൾ അവസാനം വായിച്ചിട്ടുള്ള ആയത്ത്. അപ്പം പടച്ചവന്റെ തീരുമാനത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നീങ്ങുന്നത്. സ്വയം നന്നാവണം എന്ന ബോധം ഒരാളുടെ മനസ്സിലുണ്ടായി തീരുമ്പോഴാണ്, ഞാൻ നന്ദിയുള്ളൊരു അടിമയാവണം എന്ന ബോധം സ്വയം മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കുക, അഥവാ അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കുക എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം നന്നാവണം, മാറണം, നന്മകൾ ചെയ്യണം എന്ന ആ ബോധവും ചിന്തയും നമ്മളുടെ മനസ്സിന് എന്ത് ചെയ്യേണ്ടതുണ്ട്, സ്വാധീനിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തനങ്ങളും കൂടി ഉണ്ടാവുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭ്യമാവും. മറിച്ച് മനസ്സിലുണ്ട്, പ്രവർത്തനം ഉണ്ടായില്ല, തൗഫീക്ക് ഉണ്ടാവില്ല. രണ്ടും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞ ഉദാഹരണമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂ ത്വാലിബിൻ്റെയും ഉദാഹരണം. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൊല്ലാൻ പോയ ആളാണ്. പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് സ്വർഗാവകാശിയായിട്ടാണ്. എന്നാൽ അബൂ ത്വാലിബ് ജീവിതകാലം മുഴുവൻ പ്രവാചകനെ സംരക്ഷിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് നരകാവകാശിയായിട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് എന്നത് അവിടെ ചോദ്യം വരും. വൈരുദ്ധ്യമല്ലേ, കൊല്ലാൻ പോയ ആൾ സ്വർഗാവകാശിയായി, ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ച വ്യക്തി നരകാവകാശിയായി എന്ന് പറയുമ്പോൾ, അപ്പൊ അവിടെയാണ് നമ്മളുടെ മനസ്സിലുള്ള നമ്മളുടെ ആ തേട്ടവും അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും ഒത്തുവരുമ്പോൾ റബ്ബിന്റെ തൗഫീക്ക് ഉണ്ടാവും. രണ്ടും വൈരുദ്ധ്യമായി തീർന്നാൽ എന്തുണ്ടാവില്ല, ആ തൗഫീക്ക് നഷ്ടപ്പെടുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ബാക്കി ഭാഗം, ഹുവല്ലദി യുരീകുമുൽ ബർക ഖൗഫൻ വതമഅ വയുൻഷിഉ സഹാബ സിഖാൽ. ഹുവല്ലദി, അവനാണ്, അല്ലാഹുവാണ്, യുരീക്കും, നിങ്ങൾക്ക് കാണിച്ചു തരുന്നവൻ, അൽ ബർക, മിന്നലിനെ കാണിച്ചു തരുന്നവൻ അവനാണ്. എങ്ങനെ? ഖൗഫൻ, അത് ഭയമാണ്, വതമഅൻ, അതിൽ പ്രതീക്ഷയുമുണ്ട്. അപ്പം ഭയവും പ്രതീക്ഷയുമായിട്ട് മിന്നലിനെ കാണിച്ചു തരുന്നവൻ അവനാണ് എന്ന്. വയുൻഷിഉ സഹാബ സിഖാൽ, വയുൻഷിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു, അസ്സഹാബ, മേഘങ്ങളെ, അസിഖാൽ എന്ന് പറഞ്ഞാൽ ഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, അള്ളാഹു ഹഫളത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന്. പുറമെ അള്ളാഹു സ്വയം നന്നാവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും, മാറ്റത്തിന് വിധേയമാക്കുകയേ ഉള്ളൂ എന്ന് സൂചിപ്പിച്ചു. അപ്പൊ അതിന് സമാന്തരമായിട്ട് അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ളൊരു തെളിവെടുത്ത് പറയാണ്. മിന്നലെടുത്ത് നോക്കൂ നിങ്ങൾ, ഭയമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അതിലുള്ള വൈദ്യുതി എത്രയാണെന്ന് കണക്കാക്കാൻ പോലും സാധിക്കുകയില്ല. അത്രയും വൈദ്യുതിയാണ് മിന്നൽ. ചിലപ്പോൾ ഒരു മിന്നൽ ഒരു വെള്ളക്കെട്ടിൽ ഇറങ്ങിയാൽ ഒരുപാട് സമയം ആ വൈദ്യുതി ആ വെള്ളക്കെട്ടിൽ തങ്ങി നിൽക്കുന്ന പറഞ്ഞ അത്രമാത്രം വൈദ്യുതി ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ പേടിപ്പെടുത്തുന്ന ആ മിന്നല് യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. എന്താ? വരണ്ട ഭൂമിയിലേക്ക് വീഴുന്ന ആ
ജലം, അത് ജീവന്റെ തുടിപ്പാണത്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും സന്തോഷമായി ജീവജലം ലഭ്യമാവുന്നത്. അപ്പം ഭയവും പ്രതീക്ഷയും നൽകുന്നത് ആരാണ്? അള്ളാഹ് തന്നെയാണ് നൽകുന്നത്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് കടുത്ത ശിക്ഷയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ അള്ളാഹു അങ്ങേ അറ്റം കാരുണ്യം കാണിക്കുന്നവനുമാണ് എന്ന്. എപ്പോഴാണ് അള്ളാഹ് ശിക്ഷിക്കുക? വെറുതെ ശിക്ഷിക്കുക? ശിക്ഷിക്കൂല. അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതെ തിന്മയിൽ തന്നെ മുഴുകി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? കടുത്ത ശിക്ഷക്ക് വിധേയമാക്കും. ചിലപ്പോൾ ഏതുപോലെ മിന്നൽ ചിലപ്പോൾ അത് ശിക്ഷയായി മാറുന്നത് പോലെ ചിലപ്പോഴെന്ത് ചെയ്യും? മിന്നൽ അല്ലെ വളരെ പ്രയാസം സൃഷ്ടിച്ചേക്കാം നമ്മൾക്ക്. എന്നാൽ അതേ മിന്നൽ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ആഗ്രഹം പ്രതീക്ഷയായിട്ട് വരുന്നതും. അപ്പൊ അള്ളാഹു അങ്ങേറ്റം ശിക്ഷിക്കുന്നവനാണെങ്കിലും ആ റബ്ബിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ റബ്ബ് അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്ന്. അപ്പം ഖൗഫ് വേണ്ടതും ത്വമഅ് വേണ്ടതും ആരെക്കുറിച്ചാണ്? അള്ളാഹുവിനെ കുറിച്ചാണ് എന്ന്. ഖൗഫ് വേണ്ടതും ത്വമഅ് വേണ്ടതും അള്ളാഹുവിനെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെയുള്ള ഖൗഫാണ് വേണ്ടത്? വൈബി ആയിട്ട് ഖൗഫ് ആരിൽ മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിൽ മാത്രമേ പാടുള്ളൂ. വൈബി ആയിട്ടുള്ള ഖൗഫ്. അതല്ലാതെ സാധാരണ ഉള്ള ഒരു ഖൗഫ് ഉണ്ട്. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഖൗഫ് എന്ത് ചെയ്യാം? ഒരു റിവോൾവറും പിടിച്ചു വരുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കും. ആ പേടിയല്ല, അത് ഓന് എന്ത് ചെയ്യും? അതിൽ തരണ്ടെങ്കിൽ അവനെ കാഞ്ചി വലിച്ചാൽ അപകടമാണ്, ജീവൻ പോകുന്നുള്ള ഭയമാണ് അല്ലെ? ഒരു പാമ്പിനെ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കും. അതൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാൽ ആ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള ഭയം ആരിൽ നിന്നേ പാടുള്ളൂ? ആരോടെ പാടുള്ളൂ? അള്ളാഹുവിനോടെ പാടുള്ളൂ. അതേ രീതിയിൽ തന്നെ കാര്യകാരണ ബന്ധത്തിനപ്പുറം പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ആരിൽ മാത്രമാണ്? അള്ളാഹുവിൽ മാത്രമാണ്. വേറെ ഒരു ശക്തിയിലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രതീക്ഷ അർപ്പിക്കാൻ പാടില്ല. അതാണ് തൊട്ടുമുള്ള ആയത്തിൽ പറഞ്ഞത്. അള്ളാഹ് ഒരാൾക്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവനെ അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ, രക്ഷപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹുവിന് പുറമെ ഒരു വലിയനെയും ഒരു രക്ഷാധികാരിയെയും അവൻ എന്ത് ചെയ്യാൻ പറ്റൂല? കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പം ആ രീതിയിൽ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഖൗഫ്, വൈബിയായ ഖൗഫ് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ നമ്മൾ പേടിക്കുന്നു, എന്നാൽ അതേ പാമ്പിനെ തന്നെ മറ്റൊരു രീതിയിൽ പേടിക്കുന്നു. എന്താ? ആ പാമ്പിനെ വെറുതെ ഒന്ന് ഉപദ്രവിച്ചു, കല്ലെടുത്തെറിഞ്ഞു, അതൊന്ന് പടം വിടർത്തിങ്ങനെ നിന്നു, അത് തൊട്ടപ്പുറത്തുള്ള കാവിലേക്ക് പോയി. അപ്പം പറയാണ് അത് ആ കാവിലെ പാമ്പാണത്. ഇനി എന്തൊക്കെ പ്രയാസം അവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആ ഭയം എന്താണ്? ആ ഭയം കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ഭയമല്ല, അത് വൈബി ആയിട്ടുള്ള ഭയമാണ്. കാരണം ആ കാവിലുള്ള ആ പാമ്പിന് ഇനി എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് പറയാൻ പറ്റൂല എന്നുള്ള വൈബി ആയിട്ടുള്ള ഭയം. ആ ഭയം ഷിർക്കാണ്. അത്തരത്തിൽ വൈബിയായി നമ്മൾ ഭയപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെ മാത്രമാണ്. ഈ ത്വമഴും വേണ്ടത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്ന്. അഥവാ പ്രതീക്ഷയാണ് മനുഷ്യന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടാലോ? പരലോകബോധം ഇല്ലാത്തവൻ, അള്ളാഹിനെ കുറിച്ച് ചിന്ത ഇല്ലാത്തവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല. റബ്ബിന് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പടച്ചവനെ കുറിച്ചുള്ള ബോധവും പരലോക ബോധവും ഇല്ലാത്തവൻ ചെന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? തൂങ്ങും. വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഇപ്പൊ ADM ഒക്കെ ആത്മഹത്യ ചെയ്തതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏതോ ഒരു പെണ്ണെന്തോ പറഞ്ഞു എന്നാണ് കാരണം അല്ലെ? എന്തോ ഒരു പെണ്ണെന്തോ പറഞ്ഞതിന് എന്തിനാണ് ഇപ്പൊ അയാൾ ഇത്ര ബേജാറാണ്ട ആവശ്യം? അപ്പൊ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. റബ്ബിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. വാപ്പാന്റെ അടുത്തല്ല, ഉമ്മന്റെ അടുത്തല്ല, ഭാര്യന്റെ അടുത്തല്ല, ഭർത്താവിന്റെ അടുത്തല്ല, അമ്മോന്റെ അടുത്തല്ല, എളാപ്പാന്റെ അടുത്തല്ല, മൂത്താപ്പാന്റെ അടുത്തല്ല. ഓരോരുത്തരും ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല. പ്രതീക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രതീക്ഷ വെക്കേണ്ടത് ആരിലാണ്?
ബാക്കിയുള്ളതൊക്കെ വാപ്പനെയും ഭാര്യനെയും ഭർത്താവിനെയും മക്കളെയൊക്കെ സംരക്ഷിച്ചു എന്ന് പറയുന്നത് അത് ഉത്തരവാദിത്ത നിർവഹണമാണ്. അവരിൽ നിന്ന് അമിതമായി പ്രതീക്ഷിക്കൊന്നും വേണ്ട, കിട്ടിയാൽ ലാഭം, അത്രയേ ഉള്ളൂ. പ്രതീക്ഷ വെക്കേണ്ടത് റബ്ബിലാണ് എന്ന്. ഏതുപോലെ ഹൗഫും ത്വമഴും ഒന്നിൽ നിന്ന്. ഹൗഫും, മിന്നലിൽ നമുക്ക് ഹൗഫുണ്ട്, മിന്നലിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ത്വമഴും ഉണ്ട്. രണ്ടും അള്ളാഹ് നൽകുന്നതാണ്, ഹൗഫും ത്വമഴും. അപ്പം അള്ളാഹുവിന്റെ ശിക്ഷയെ വൈബിയായി ഭയപ്പെടുക. ഖുർആൻ എടുത്തു പറഞ്ഞ എന്താണ്? ഇന്ന ബത്തുഷ റബ്ബിക ലശീദ്. അള്ളാഹ് ശിക്ഷിക്കാൻ വിചാരിച്ചാൽ അതികഠിനമായി ശിക്ഷിക്കുന്ന, അള്ളാഹിന്റെ ശിക്ഷ അതികഠിനമാണ് എന്നാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ് എന്നാണ്. ലൈൻ ശക്കർത്തുൽ അസീദന്നക്കും വലൈൻ കഫർത്തും മിന്ന അദാബി ലശദീദ്. അതിൽ വൈബിയായ ഭയം അള്ളാഹുവിൽ മാത്രം എന്നത്, അവർക്കാണ് മഗ്ഫിറത്ത് കിട്ടുക, അവർക്കാണ് സ്വർഗവും കിട്ടുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീനിലെ എന്താണ്? ഇന്നമ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം എന്ന. ദിക്റിനെ പിന്തുടരുന്നവർക്കാണ് നീ ഉത്ബോധനം നൽകുന്നത്. ഇന്നമ തുൻദിറു മനിത്തബഅ ദിക്റ പോരാ, വഖശിയർ റഹ്മാന ബിൽ ഗൈബി, വൈബിയായി അള്ളാഹിനെ മാത്രം ഭയപ്പെടുക. വൈബിയായി ആരെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ? അള്ളാഹിനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. വേറെ തകിടോ കോഴിമുട്ട കരിക്കോ എന്ത് കണ്ടാലും ശരി, അതൊന്നും നൂലോ ആയാലും എനിക്കതൊരു പ്രശ്നമല്ല. വൈബിയായി റബ്ബിൽ മാത്രമാണ് ഞാൻ പ്രതീക്ഷ വെക്കുന്നത്, അവനെ മാത്രമേ ഭയപ്പെടുള്ളൂ. വഖശിയർ റഹ്മാന ബിൽ ഗൈബി, അവന് ഫബശ്ശിറുഹുന, സന്തോഷ വാർത്ത അറിയിച്ചേക്ക്. ബി മഗ്ഫിറത്തിൻ, മഗ്ഫിറത്ത് ലഭിക്കും പരലോകത്ത്. വഅജ്രിൻ കരീം, വമ്പിച്ച പ്രതിഫലവും ലഭിക്കും. അപ്പൊ അത് നമ്മളെ ദുനിയാവിലുള്ള ഒരു, പിന്നെ നമ്മൾ കാണുന്ന നിത്യജീവിതത്തിൽ കാണുന്ന ഒരു അള്ളാഹുവിന്റെ അപാരമായ ഒരു കഴിവ് ബോധ്യപ്പെടുത്തിയിട്ട് ഹൗഫും തമഴും ഒന്നിൽ നിന്ന്, ഹൗഫും തമഴും ഒന്നിച്ച് റബ്ബിലേക്കാണ് സമർപ്പിക്കേണ്ടത്. സഹാബത്തിക്കാൻ, അതോടൊപ്പം അവൻ ഭാരമേറിയ മേഘത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അൻഷായി ഉൻഷു. അപ്പൊ എങ്ങനെ മേഘം ഉണ്ടാകണ്? എങ്ങനെ മേഘം ഉണ്ടാണ്? അല്ലെ, കടൽ വെള്ളം പറ്റി അല്ലെ നീരാവിയായി പോയിട്ടാണ് മേഘം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ശരി, ആ നീരാവി എന്ത് അങ്ങനെയാണ് മേപ്പെട്ട് പോകാതിരുന്നത്? അത് മേപ്പെട്ട് പോകേണ്ടത് നീരാവിയായിട്ട്, അത് പോകുന്നില്ലല്ലോ. അതൊരു പരിധി എത്തിയാൽ ഏകദേശം 80 കിലോമീറ്ററിന്റെ ഉള്ളിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ട് എന്നാണ്. എന്നിട്ട് അത് ഘനീഭവിപ്പിക്കുന്നുണ്ട്, അതിനെ അട്ടിയാക്കി തീർക്കുന്നുണ്ട്. സൂറത്തുൻ നൂറിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജഅലുഹു റുകാമ ഫതറൽ വദ്ക യഖ്റുജു മിൻ ബൈനി ഖിലാലിഹി എന്ന് പറഞ്ഞിട്ടുള്ള വചനം. മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു അള്ളാഹു. നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെ മേഘങ്ങളെ തെളിച്ചുകൊണ്ടുപോകുക? പണ്ടത്തെ വാതിലൊക്കെ ഉസ്താദുമാർ പറഞ്ഞു ചാട്ടവാറോട് മീക്കായിൽ ഇങ്ങനെ തെളിച്ചുകൊണ്ടുപോകാണ്. ആ ചാട്ടവാറിന്റെ അടിയാണ് എന്ത് പൊട്ടല്, ആ മിന്നൽ എന്താണ് ഈ ചാട്ടവാറിന്റെ ാണ് എന്നൊക്കെ വേല അറിഞ്ഞിരുന്നു. ആരാ മേഘത്തെ തെളിച്ചുകൊണ്ടുപോണേ? എങ്ങനെ മേഘത്തെ തെളിച്ചുകൊണ്ടുപോണേ? വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി. സൂറത്തു അഹ്റാഫിൽ കാണാം, 5-7 ആയിരിക്കും ആയത്ത്, 57-ാമത്തെ ആയത്ത്. അവനാണ് മഴയുടെ മുന്നോടിയായി സന്തോഷ വാർത്തയായിട്ട് കാറ്റിനെ അയച്ചവൻ. എന്നിട്ടോ അവൻ ഭാരമേറിയ മേഘത്തെ അത് വഹിക്കുന്നു. ആ ഭാരമേറിയ മേഘത്തെ സുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ നാട്ടിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോകുന്നു. അതിനും എന്ത് ചെയ്യണം? കാറ്റ് വേണം. അപ്പൊ നോക്ക് നിങ്ങൾ, ടൺ കണക്കിന് സഹാബു സിഖാൽ എന്നാ പറഞ്ഞിട്ടുള്ളത്, ഭാരമുള്ള മേഘം. ആ ഭാരമുള്ള മേഘത്തെ, ടൺ കണക്കിന് വെള്ളമുള്ള ആ മേഘത്തെ കൊണ്ടുപോകണമെങ്കിൽ കാറ്റിന്റെ ശക്തി എത്ര ഉണ്ടാവും? ആ കാറ്റ് താഴെ അടിച്ചാലോ പിന്നെ ബാക്കി ഉണ്ടാവും. അപ്പൊ സുഖ്നാവു ഇല ബലദി മയ്യിത്ത്, നിർജീവമായ നാട്ടിലേക്ക് അതിനെ തെളിച്ചു കൊണ്ടുപോയി.
എന്നിട്ട് അവിടെ മഴ വർഷിപ്പിച്ചു. എന്നിട്ട് അവിടെ ഖുർആൻ എടുത്തു പറഞ്ഞ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, കദാലിക്കൽ ഖുറൂജ്, ഇപ്രകാരമാണ് നിങ്ങൾ പുനർജീവിക്കപ്പെടുന്നത്. മഴയിലൂടെ സസ്യലതാദികളൊക്കെ മുളച്ചു പോകുന്നത് പോലെ നിങ്ങൾ മരണാനന്തരം പുനർജീവിക്കപ്പെടും. അപ്പോ ഇത് രണ്ടും റബ്ബിന്റെ അനുഗ്രഹമാണ്. ചിലപ്പോ ആ മേഘവിസ്ഫോടനം എന്നൊക്കെ കേൾക്കാറില്ലേ അല്ലെ? പെയ്യേണ്ടത് ഒന്നായിട്ട് പെയ്തു, 10 ദിവസം പെയ്യേണ്ട ഒരു ഒറ്റ മണിക്കൂറോടാണ് പെയ്തു. ആ കിടക്കണ ഒന്നായിട്ട് നക്കി തുടച്ചാണ് പോണില്ലേ. ഇത് പേടിച്ച് പുറത്തിറങ്ങിയാല് അത കാണുന്നു അവിടുന്ന് വരുന്നുണ്ട് എന്നിട്ട് പുറത്തിറങ്ങിയാൽ നിമിഷങ്ങൾക്കകം ഓരോ വീടും ഓരൊക്കെ അടക്കി മേഘവിസ്ഫോടനം എന്ന് പറയാറുണ്ട്. പെട്ടെന്ന് മഴ പെയ്തു അല്ലെ? അത് ശിക്ഷയാണ്. എന്നാൽ അത് കാരുണ്യവും ആരിൽ നിന്ന് തന്നെയാണ്. ആ മേഘം അത് ജീവജലാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും മിനൽമായി കുല്ല ഷൈഇൻ ഹയ്യിന്ന സൂറത്തുൽ നൂറിലും അംബിയായിലും പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള വസ്തു ഉണ്ടോ എല്ലാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വെള്ളമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, നിൽക്കാൻ പറ്റൂല. എന്നാ അത് പ്രളയമായി വന്നാലോ ഒന്നും ഉപകരിക്കുകയില്ല. അപ്പൊ നോക്ക് നിങ്ങൾ, ശിക്ഷയും രക്ഷയും അള്ളാഹുവിൽ നിന്നാണ്. അത് അള്ളാഹ് ഇവിടെ ഇങ്ങനെ ദുനിയാവിൽ നമ്മൾക്ക് ഓരോന്നിലൂടെ കാണിച്ചു തരുന്നുണ്ട്. മിന്നലാണെങ്കിലും ഇടിയാണെങ്കിലും അതോടൊപ്പം തന്നെ മഴ വർഷിക്കുകയാണെങ്കിലും അതില് രക്ഷയും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്, ശിക്ഷയും റബ്ബിൽ നിന്ന് തന്നെയാണ്. ആത്യന്തികമായും രക്ഷയും ശിക്ഷയും ആരിൽ നിന്നേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ? ഈ റബ്ബിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന ഉദാഹരണങ്ങളിലൂടെ റബ്ബ് ബോധ്യപ്പെടുത്തുകയാണ് ആത്യന്തികമായ രക്ഷയും ശിക്ഷയും അള്ളാഹുവിൽ നിന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ റബ്ബിനെ എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. ആ റബ്ബിനെ സ്തുതിക്കണം, ആ റബ്ബിനെ പ്രകീർത്തിക്കണം. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. എന്താണ്? വയുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി വയുർസിലു സവാഇക ഫയുസീബു ബിഹാ മൻ യശാ വഹും യുജാദിലൂന ഫില്ലാഹി വഹുവ ശദീദുൽ മിഹാൽ. യുസബ്ബിഹുർ റഅദ്, ഇടി തസ്ബീഹ് ചെല്ലുന്നു, അള്ളാഹിനെ പുകഴ്ത്തുന്നു. നമ്മൾ പുകഴ്ത്തലുണ്ടോ? ഇടി ആലോചിച്ച് നോക്ക്. ഇടി വളരെ അനുഗ്രഹ, ഒരുപാട് അനുഗ്രഹമുണ്ട്. മിന്നല് വൈദ്യുതി അല്ല, നൈട്രജൻ ഏറ്റവും കൂടുതൽ ഭൂമിയിലെത്തുന്നത് ഏതിലൂടെയാണ്? മിന്നലിലൂടെയാണ് എന്നാ പറഞ്ഞത്. നൈട്രജൻ വളങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ ഭൂമിയിൽ എത്തുന്നത് മിന്നലിലൂടെയാണ്. അതുപോലെ തന്നെ ഇടി, ഉറവകളൊക്കെ രൂപപ്പെടുന്നതിന് ഇടിക്ക് വലിയ പങ്കുണ്ട് എന്നാണ്. പുതിയ ഉറവകളൊക്കെ രൂപപ്പെടുന്നതിൽ അല്ലെ? കൂനിടി എന്നറിയില്ലേ നമ്മള്? അതിന്റെ കൂനിടി, ആ കൂന് ഇന്നലെ ഇടി എത്തിയത് കൂനിടിയാണ് കേട്ടോ. അപ്പൊ എന്താണ്? ആ ഉറപ്പുള്ള മണ്ണിനെ പിളർത്തിയിട്ട് ആ കൂന് എത്ര സോഫ്റ്റ് ആണ്, ഒരു ഒരു വര പോലും മൂടിയില്ലല്ലോ അതിന്. അപ്പൊ നോക്ക്, ഈ ഇടിയിലൂടെ സസ്യലതാദികൾക്ക് മുളച്ചു പൊങ്ങാനും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ അള്ളാഹ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇടി വലിയൊരു അനുഗ്രഹമാണ്, വലിയ അത്ഭുതമാണ്. പക്ഷെ വലിയ ഇടിയാവും ചിലപ്പോ സൗണ്ടോട് നമ്മളെ ജനലൊക്കെ ഇങ്ങനെ കിളിങ്ങനെ കാണല്ലേ, പാത്രമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വീണിട്ടുണ്ടാവും വെച്ചടുത്ത് നിന്ന്. കൂടുതൽ സൗണ്ട് ആയാലോ അതും ബുദ്ധിമുട്ടാണ്. സവാഴിക്ക് വന്നാൽ ഇടിത്തി 150 ഡെസിബിൾ സൗണ്ട് താങ്ങാനേ മനുഷ്യന് കഴിയുള്ളൂ. ഡെസിബോമീറ്റർ 150 ഡെസിബിൾ. 150 ഡെസിബിളിന് മുകളിൽ സൗണ്ട് താങ്ങേണ്ടി വന്നാൽ കുറച്ചൊക്കെ പിടിച്ചിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴേക്കും അവന്റെ ചെവി താറാറായിട്ടുണ്ടാവും. അതിനപ്പുറം മോൻ അനുഭവിക്കേണ്ടി വന്നാൽ പണി കഴിയും. അപ്പൊ ഇടി ചിലപ്പം ഭീകരമായ സൗണ്ട് കേട്ടാലും മനുഷ്യൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? മരണപ്പെടും. അപ്പൊ അത് ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഈ രീതിയിൽ. അപ്പൊ റഅദ്, ഇടി അള്ളാഹുവിനെ പുകഴ്ത്തുന്നു. നമ്മളോ? അപ്പൊ എല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൂറത്തു ഹജ്ജിലെ 17-ാമത്തെ ആയത്തിലൊക്കെ വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങിയിട്ട് അതിൽ ഷജറുണ്ട്, നുജൂമുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഒക്കെ അള്ളാഹിനെ പുകഴ്ത്തുന്നു. അവിടെ കസീറും മിനന്നാസ്ന, ജനങ്ങളിൽ നിന്നും കുറച്ചാളുകൾ, ഭൂരിപക്ഷ ആളുകൾ അള്ളാഹിനെ പുകഴ്ത്താറുണ്ടോ? അതിന് സമയം കണ്ടെത്താറുണ്ടോ? വൽ മലായികത്തു മിൻ ഖൈഫതിഹി, മലക്കുകളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹിനെ പ്രകീർത്തിക്കുന്നു. അല്ലെ?
മലക്കുകൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അടിമകളാണ്, പ്രത്യേകമായിട്ടുള്ള അടിമകളാണ്. ആ മലക്കുകൾക്ക് സ്വന്തം അറിവുണ്ടോ? മലക്കുകൾക്ക് സ്വന്തമായിട്ട് അറിവുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഇല്ല അല്ലേ? കാരണം എന്താ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് 11-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ ആ മലക്കുകൾ പല തരത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പൊ ഹഫളത്തിന്റെ മലക്കുകൾ പറഞ്ഞു. അതേപോലെ നമ്മളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫഅലൂൻ. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഓർമ്മ വേണം കേട്ടോ, ഇത് രേഖപ്പെടുത്തി വെക്കാൻ ആര്? അള്ളാഹ് മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ബോധം ഉണ്ടായാലുണ്ടോ? ഇത് ആരും കാണില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ കിറാമൻ കാത്തി, മാന്യന്മാരായ എഴുത്തുകാരാ, കൂട്ടൂല കുറക്കൂല, കൃത്യമായിട്ട് ഒരു രേഖപ്പെടുത്തും. എന്നിട്ട് സുബൈക്ക് ഡ്യൂട്ടി മാറണമെന്ന് ഒരു ക്ലിക്കേക്കാരം അവിടെ എത്തിയിട്ടുണ്ട്. മഗ്‌രിബിന് ഡ്യൂട്ടി മാറുന്ന ആളുണ്ടാവും, സുബൈക്ക് ഏറ്റെടുക്കുന്ന ആൾ മഗ്‌രിബിന് ഡ്യൂട്ടി മാറും, അപ്പൊ ഒരു ക്ലിക്ക് അവിടെ എത്തി. നമ്മളെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് നല്ല ഡിജിറ്റൽ ഡയറി, കിതാബും മർക്കും. നാളെ പരലോകത്തിൽ എത്തുമ്പോൾ ആ ഡിജിറ്റൽ ഡയറി കയ്യിൽ തരും. കയ്യിൽ തന്നിട്ട് നമ്മളോട് പറയും, വായിച്ചു നോക്കാൻ പറയും, ഇത് മതി നിന്നെ വിചാരണ ചെയ്യാനും പറയും. അപ്പൊ അള്ളാഹ് മുഹമ്മദ് ഇവിടെ കണ്ടിട്ട് മുഅ്മിൻ എങ്ങനെ വിചാരണ ചെയ്യുക? അങ്ങനൊന്നുമല്ല. കർമ്മരേഖ കയ്യിൽ തരും, വായിച്ചു നോക്കി. ഇഖ്റ കിതാബക കഫാ ബി നഫ്സിക യൗമ അലൈക ഹസീബ, സൂറത്തു ഇസ്രായേലുള്ള ആയത്ത്. നീ ഇത് വായിച്ചു നോക്ക്, നിന്റെ പുസ്തകം തന്നെ മതി, നിന്റെ കർമ്മരേഖ തന്നെ മതി നിന്നെ വിചാരണ ചെയ്യാനെന്ന് പറയും. അപ്പൊ നമ്മളെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ബോധം വേണം. അതിന് മലക്കുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മലക്ക് ഹാദാമാല തയ്യാത്തിയത്, ഇതാ എന്റെ അടുക്കൽ തയ്യാറാക്കപ്പെട്ടത് ഇതാണെന്ന് പറഞ്ഞിട്ട് സൂറത്തു ഖാഫില് കാണാം. ഹാദാമാല തയ്യാത്തിയത്, എന്റെ അടുക്കൽ തയ്യാറാക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കും. അപ്പൊ മലക്കാള് ആ രീതിയിലൊക്കെ നമ്മളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെടുന്നുണ്ട്. മരണത്തിന്റെ മലക്കുണ്ട്, പേരെന്താ? മലക്കുൽ മൗത്ത്. അസ്രായീൽ എന്ന് ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. മലക്കുൽ മൗത്ത് ഒരാളാണോ? പണ്ടൊക്കെ വാങ്ങി അസ്രായീൽ റൂഹ് പിടിക്കുക, പാകിസ്ഥാനിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ റൂഹ് പിടിക്കുക. അപ്പൊ ആരോ വയലുകാരനെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ്, മലക്കിനെ പ്രകാശം കൊണ്ടാണ് എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. അപ്പൊ പ്രകാശം സെക്കൻഡിൽ എന്ത് ചെയ്യും? 1,03 ലക്ഷത്തി ചില്ലാനം കിലോമീറ്റർ എന്ത് ചെയ്യും? സഞ്ചരിക്കും. അപ്പൊ ആ മലക്കിന്റെ സഞ്ചാര വേഗത എത്തിയ, അപ്പൊ അമേരിക്കയിലും പിടിക്കുക, പാകിസ്ഥാനിലും പിടിക്കുക എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും അള്ളാഹ് മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ല. മലക്കുൽ മൗത്തില്ലതി ഉക്കി ലഭിക്കുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുൽ മൗത്ത്. അത് ഒരാളല്ല, ഒരുപാട് ആളുണ്ട്. യളിരിപൂന ഉജൂഹം എന്നൊക്കെ കാണാം. സത്യനിഷേധികളുടെ റൂഹിനെ പിടിക്കുമ്പോ യളിരിപൂന ഉജൂഹം, മുഖത്തടിക്കുന്നു. അതുപാറും അവരുടെ പുറത്തൊക്കെ 4 അടി കൊടുത്തിട്ട് പറയും, അഹ്രിജു അംഫുസക്കും, എടുക്ക് റൂഹിനെ കൊണ്ടാന്ന് പറയുന്ന. അഹ്രിജു അംഫുസക്കും, പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. ആലോചിക്കട്ടെ. ഇപ്പം മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന സ്റ്റാപ്ലർ അടിക്കലാണ്, സ്റ്റിച്ചിടിനീന് പകരം സ്റ്റാപ്ലർ അടിക്കലാണ്. അത് ബലമുള്ള 2 ആൾക്കാർ പിടിച്ചിട്ട് ആ സ്റ്റാപ്ലർ അതിങ്ങനെ പിടിച്ച് മാന്തിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും? സഹിക്കാൻ കഴിയുമോ? ഒന്നും വേണ്ട. ആ പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ രോമത്തിന് കുടുങ്ങിയാൽ തന്നെ അല്ലേ, അത് നനച്ചെടുത്തിട്ടില്ലെങ്കിൽ പടക്കും. റൂഹിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു സത്യനിഷേധികളാണെങ്കിൽ. എന്നാൽ വിശ്വാസികളാണെങ്കിലോ, അള്ളാന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിച്ചവരാണെങ്കിലോ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. സാവകാശം അല്ലെ, സാരല്ല കേട്ടോ, മെല്ലെ ആ പിന്നെ അറിയാതെ മെല്ലെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ ആ സ്റ്റിച്ച് ആയിട്ട് എടുക്കണ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാ അല്ലെ. പണ്ട് ഉമ്മ കാലുമൊന്ന് മുള്ളെടുക്കണ ആ രീതിയില്ലേ, അങ്ങോട്ട് നോക്കിക്കോന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ ഇങ്ങനെ ആ മുള്ളെടുക്കുക. അപ്പൊ എന്താ? സാവകാശം ആ റൂഹിനെ നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റൂഹിനെ പിടിച്ചെടുക്കുന്ന മലക്കുകൾ ഉണ്ടായിരിക്കുന്ന പറഞ്ഞു. അപ്പൊ മലക്കുൽ മൗത്തുല്ലതി. അപ്പൊ മലക്കുകൾ ഈ രീതിയിലൊക്കെ നമ്മളുമായി എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ മലക്കുകൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അടിമകളാണ്. നരകത്തെ കാക്കണ മലക്കുകൾ ഉണ്ടല്ലോ, എത്രയാ പറഞ്ഞത്? 19 എന്നാ പറഞ്ഞിട്ടുള്ളത്. അലൈഹ 19, 19 മലക്കുകളാന്നാ. അപ്പൊ മുശ്രിക്കുകൾ പറഞ്ഞു 19 ആളുള്ളൂ, എന്നാ പിന്നെ നമ്മളൊന്ന് കൂടിയിട്ടോ എന്ത് ചെയ്യും? ശരിയാക്കും.
അപ്പൊ ഖുർആനിൽ മറുപടി പറഞ്ഞു, അത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ആ എണ്ണം ഒരു ഫിത്തനയാണ്, പരീക്ഷണമാണ്. സബാനിയാക്കളുണ്ട് അല്ലെ, സനദു സബാനിയ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കിങ്കരന്മാർ എന്ത് ചെയ്യും, വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ പല രീതിയിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ അടിമകളാണ്. ആ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, നല്ല ആളുകൾക്ക് വേണ്ടി. എവിടെ പറഞ്ഞ്, അസാബിലാണോ ഓഫറിലാണോ? ഓഫറില അല്ലെങ്കിൽ സുമറില, അവിടെയാണ് ആദ്യത്തിൽ തന്നെ കാണാം. മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. ഇപ്പൊ ഈ റഹ്മത്തിന്റെ മലക്കുകൾ ഈ സദസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ബോധം, നമ്മൾ നന്മയിൽ മുഴുകിയാൽ അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകൾ നമ്മളുടെ പാപം പുറത്തു കൊടുക്കണമേ, അവരെ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. 2-3 ആയത്ത് അവരുടെ പ്രാർത്ഥന സൂറത്ത് ഓഫറിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതായിട്ട് കാണാം. ആ 4 മുതലുള്ള ആയത്തുകളാണ് എൻ്റെ ഓർമ്മ. ഉണ്ടോ? സൂറത്ത് ഓഫിർ, ഓഫിർ ദംബി. ഏഴാമത്തെ ആയത്ത് മുതൽ അർശ് ചുമക്കുന്ന മലക്കുകൾ, എന്നിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന മലക്കുകൾ, എന്നിട്ട് പറയാണ് ആമനു, വിശ്വാസികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മത്തൻ വ ഇൽമ, നീ എല്ലാറ്റിനും കാരുണ്യം ചൊരിഞ്ഞവനാണ്, അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബു, തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക, അവർ നിന്റെ മാർഗത്തെ പിന്തുടർന്നവരാണ്. വഖിഹിം അദാബൽ ജഹീം, നരക ശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തു രക്ഷിക്കണമെന്ന്. നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി മലക്കുകൾ വേറെ പ്രാർത്ഥിക്കുന്നു, ഓരോ നരക ശിക്ഷയിൽ നിന്ന്. പോരാ, റബ്ബനാ വദ്ഖിൽഹും ജന്നാത്തി അദനില്ലത്തി വഅതഹും, നീ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, നീ അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത. വമൻ സലാമിൻ ആബായും, മാതാപിതാക്കളിൽ നിന്ന്, വസുവാജിയും, അവരുടെ ഇണകളിൽ നിന്ന്, വദുരിയാത്തയും, കുടുംബം മക്കളിൽ നിന്ന്, ഇന്നക അൻതൽ അസീസുൽ ഹകീം. വീണ്ടും വഖീമു സയ്യാത്ത് വമൻ തഖി സയ്യാത്ത് എന്ന് പറഞ്ഞിട്ട് 7 മുതൽ 9 വരെയുള്ള ആയത്തുകളിൽ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടും ആ പ്രാർത്ഥന? അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അമലൊക്കെ ചെയ്യുമ്പോൾ ആ ബോധം കൂടി ഉണ്ടാവണം. ഞാൻ ഈ നന്മ ചെയ്യുമ്പോൾ, ഈ നന്മയിൽ മുഴുകുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യുമ്പോൾ ആ തൗബയുടെ പിന്നാലെ റബ്ബിന്റെ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഇസ്തിഗ്ഫാറിന് വേണ്ടി അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ബോധം നമ്മളുടെ ജീവിതത്തിൽ വേണം. അപ്പൊ മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അതോടെ അവനെ ഭയപ്പെട്ടുകൊണ്ട്. ഇനി പറയാം, വയുർസിലു സവാഇക, അവൻ ഇടിനാദമയക്കുന്നു. സ്വാഇഖത്ത്, ഇടിത്തി എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇടിത്തി അല്ലെങ്കിൽ ഘോരമായ ശബ്ദം, അതും അവൻ അയക്കും. അപ്പൊ ഇടിയുടെ മറ്റൊരു ഭാഗമാണെന്ത്, ഇടിത്തി അവൻ അയക്കും. എന്നിട്ടോ ഫയുസീബു ബിഹാ മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അത് അവൻ ബാധിപ്പിക്കും. മഴ പറഞ്ഞപ്പോൾ ഐസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഐസ്, മഴയിൽ ഐസ് ഉണ്ടാവുന്ന, ഇവിടെ ആലിപ്പഴം വീഴാറുണ്ട് അല്ലെ. നേരത്തെ പറഞ്ഞ സൂറത്തുൽ നൂറിൽ അലം തറ അന്നല്ലാഹു യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു എന്ന് പറയുന്ന ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് വലിയ ഐസുപാളികൾ ഉണ്ടായിരിക്കുന്ന, വലിയ ഐസുപാളികൾ. ചിലപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങുകളൊക്കെ തകർന്നു പോകുന്ന വിധത്തിലുള്ള ഐസ്. UAE കുറച്ച് മാസം, 1 വർഷത്തിലധികമായി ഇപ്പം തോന്നുന്നു, ഒരു ദിവസം മഴ പെയ്തിട്ട് ഐസ് വന്നിട്ട് പുറത്ത് നിർത്തിയിട്ട് എല്ലാ വാഹനങ്ങളും കേടുന്നു, ഷെഡൊക്കെ അടക്കി തകർന്നു പോയി. കഴിഞ്ഞ മാർച്ചിലാണ്. ഭയങ്കരമായിട്ട് പെയ്തിട്ട്. അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മൾ കാറ് ഷെഡിലാണ്, ഒരു കുഴപ്പമില്ലാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒക്കെ തകർന്ന് പൊളിഞ്ഞു പോയിന്ന. അപ്പൊ അങ്ങനത്തെ ഐസ് വെള്ളത്തിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യുസീബു ബിഹി മൻ യശാ തന്നെ അവിടെയും പറഞ്ഞു. ആ ഐസ് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് ബാധിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, യക്കാദു സനാ ബർഖി യുദ്ഹിബു ബിൽ അബ്സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തിളക്കം, യക്കാദു സനാ ബർഖി, തിളക്കത്തിന്റെ ആ റിഫ്ലക്ഷൻ എന്താ നമ്മൾ പറയാം, ഒന്നിൽ നിന്നിപ്പോ ആ മിന്നൽ, യക്കാദു സനാ, ആ മിന്നലിന്റെ തിളക്കം, റിഫ്ലക്ഷൻ. ഇപ്പൊ പണ്ടൊക്കെ ഈ ഓട്ടോറിക്ഷ ഈ വണ്ടിക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ എന്ത് ചെയ്യാറുണ്ട്, ഓല ആ ഗ്ലാസ് ഇളക്കി വെക്കും,
അപ്പൊ ഓൻ ഇങ്ങോട്ട് വല്ലാതെ ഇങ്ങോട്ട് അടിക്കുമ്പോ ഈ ഗ്ലാസ് ആയിട്ട് തിരിച്ചുകൊടുത്താൽ എന്ത് ചെയ്യും? ഓന്റെ ലൈറ്റ് ഓന്റെ കണ്ണിക്ക് തന്നെ എന്ത് ചെയ്യും? അടിക്കും. കാരണം ഇപ്പൊ ഈ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഓട്ടോറിക്ഷക്കാർ, ഇപ്പൊ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്തും ബ്രൈറ്റ് ലൈറ്റ് ആണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അത് ആ ഗ്ലാസ് എല്ലാം തിരിച്ചുകൊടുത്താൽ ഈ ഗ്ലാസ്സിൽ അടിച്ചിട്ട് അപ്പൊ അവന്റെ കണ്ണെന്ത് ചെയ്യും? മഞ്ഞളിക്കും. അപ്പൊ അതേ രീതിയിൽ ഒരു ലൈറ്റ് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുക. ഐസുപാളിയിൽ ലൈറ്റ് തട്ടിയിട്ട് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്, അത് നമ്മളുടെ കണ്ണിൽ തട്ടിയാൽ കാഴ്ചയെ നഷ്ടപ്പെടുത്തിയേക്കാം എന്നാ പറഞ്ഞത്. യക്കാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെപ്പോളിയന്റെ പട നയിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. നെപ്പോളിയൻ പട നയിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ തന്നെ പടിഞ്ഞാറോട്ട് സൈന്യം പടിഞ്ഞാറോട്ട് നീങ്ങുന്ന സൈന്യത്തിന്റെ കാഴ്ച പോയി എന്നാ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചത് ശത്രു എന്തോ ആയുധം പ്രയോഗിച്ചാണെന്ന. പക്ഷെ മഞ്ഞുമലയിൽ ഉദിച്ച സൂര്യന്റെ ലൈറ്റ് മഞ്ഞുമലയിൽ തട്ടിയിട്ട് അതിന്റെ റിഫ്ലക്റ്റ് ആയിരുന്നു ആ സൈന്യത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയത് എന്ന് പിൽക്കാലത്താണ് തെളിയിക്കപ്പെട്ടത്. യക്കാദു സനാ ബർഖി യദ്ഹിബു ബിൽ അബ്സാർ. അപ്പം ഐസുപാളിയിലേക്ക് ടോർച്ചാണ് അടിച്ചിട്ട് അതിന്റെ റിഫ്ലക്റ്റ് വന്നാൽ കണ്ണിന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ കാഴ്ചയെ തന്നെ നഷ്ടം. അപ്പൊ നമുക്ക് മഴയിൽ ഐസുണ്ട്, ഇടിയിൽ എന്തുണ്ട്? ഇടിത്തീയുണ്ട്. രണ്ടും അള്ളാന്റെ അടുക്കൽ നിന്നാണ് ഇന്ന്. മഴ അനുഗ്രഹമാണ്, എന്നാൽ ഐസ് വീണാലോ ചിലപ്പോൾ അത് അനുഗ്രഹം ചെയ്യും, ശിക്ഷയായിട്ട് മാറും. ഇടി അനുഗ്രഹമാണ്, പക്ഷെ ഇടിത്തി എന്താണ്? രണ്ടും ഒരേ റബ്ബിൽ നിന്നാണ്. അപ്പൊ ഹൗഫും തൊമഴും ആരിലേക്കാ വേണ്ടത്? റബ്ബിലേക്കാണ് വേണ്ടത്. രക്ഷയും ശിക്ഷയും ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ആ സ്വായിക്കത്ത് അള്ള ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ള ബാധിപ്പിക്കുന്നു. എന്നിട്ട് അള്ള പറയാം, എന്നാലും ഇതൊക്കെ പറഞ്ഞെടുത്താലും വഹും യുജാദിലൂന ഫില്ലാ, അള്ളാന്റെ കാര്യത്തിൽ ഒരു തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വഹും അവർ യുജാദിലൂന തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു ഫില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ള ഉണ്ടോ ഇല്ലയെന്ന് തർക്കിക്കുന്ന ആളുകൾ, അള്ള മാത്രം മതിയോ വേറുള്ളവര് വേണോ എന്ന് തർക്കിക്കുന്ന ആളുകൾ, അല്ലേ? ആലോചിച്ച് നോക്കിയാട്ടെ. അള്ള മാത്രം പോരാ, അള്ള മാത്രം പോരാ, ഞങ്ങൾക്ക് ആരൊക്കെ വേണം? ആ ജഅലൽ ആലിയത ഇലാഹൻ വാഹിദ ഏതായിരുന്നു സൂറത്ത്? ഒരു സൂറത്തിന്റെ തുടക്കത്തിലാണ് ശത്രുക്കൾ ഇയ്യാക്കാൻ അഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. അത് മാത്രം ഒഴിവാക്കിക്കൂടെ? ഇതാണ് ഓലെ ചോദ്യം. ഈ മാത്രം പറയണത് എന്തിനാ? അത് ഒഴിവാക്കിക്കൂടെ എനിക്ക്? എന്നിട്ട് ഓലെ ചോദ്യം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുക, ആ ജഅലൽ ആലിയത ഇലാഹൻ വാഹിദ, ഇലാഹുകളെ ഒന്നാക്കാണ്. അത് അംഗീകരിക്കാൻ പറ്റൂല. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതമാണ്. എന്നിട്ടാണ് ഓൻ എന്ത് ചെയ്തത്? ഒരു അഡ്ജസ്റ്റ്മെന്റിന് വന്നത്. എന്തിനാണ്? നമ്മൾ ഒരു നാട്ടുകാരല്ലേ, കുടുംബക്കാരല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടെ? നീ ആരാധിക്കുന്ന ആരാധന ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങളുടെ ആരാധ്യന്മാരെ ഒന്ന് വണങ്ങിയാൽ മതി, ഒന്ന് നമസ്തേ പറഞ്ഞാൽ മതി, ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഖുർആൻ ആയത്തിറങ്ങി, സൂറത്തിറങ്ങിയതാ കാഫിറൂൻ, സത്യനിഷേധികളെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല, അതുപോലെ തന്നെ ഞാൻ ആരാധിക്കുന്ന ഏകനായ ആരാധ്യനെ ആരാധിക്കേണ്ട വിധത്തിൽ നിങ്ങളും ആരാധിക്കുകയില്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ. ഏറ്റവും വലിയ സത്യം എന്താണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവ് ഏകനാണ് എന്നുള്ളതാണ്. ആ സത്യത്തെ നിഷേധിക്കുന്നവരെയാണ് ഖുർആൻ അവിടെ അഭിസംബോധന ചെയ്തത്. അപ്പം ഇതിലും അള്ളാന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും അള്ളാന്റെ കാര്യത്തിൽ ഒരു തർക്കിക്കുകയാണ്. വഹും യുജാദിലൂന ഫില്ലാ, എന്നാൽ തർക്കിക്കണോലെ കുറിച്ച് ഓലെ പിന്നാലങ്ങൾ പോണ്ട. വഹുവ ഷദീദുൽ മിഹാൽ, വഹുവ അവൻ, ആര്? അള്ളാഹു. ഷദീദുൽ മിഹാൽ, ശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ്, ഹീലത്ത് പ്രയോഗിക്കുന്നവനാണ്. റബ്ബിന്റെ തന്ത്രം, ആ തന്ത്രത്തിന്റെ മുമ്പിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. വമക്കറു വമക്റല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വമക്കറു, അവർ തന്ത്രം കുതന്ത്രം പ്രയോഗിച്ചു. വമക്കറല്ലാഹ്, അല്ലാഹ് തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളയാണ്. അള്ളാഹിന്റെ തന്ത്രത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റൂല? രക്ഷപ്പെടാൻ പറ്റൂല. കിടന്നുറങ്ങുമ്പോൾ അള്ളാഹിന്റെ ശിക്ഷ വരും. നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അള്ളാഹ്. എവിടെ ചോദിച്ച്? കിടന്നുറങ്ങുമ്പോ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹിന്റെ ശിക്ഷ വരും. നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അഫ അമീൻ അഹ്ലുൽ ഖുറാൻ യഅ്തിയഹും ബൗസുന
ളുഹൻ വഹും യൽഅബൂൻ അവമിനൽ ഖുറ അൻ യഅതിയഹും ബൗസുന ബയാതൻ വഹും നായിബൂൻ. സൂറത്ത് അഅറാഫിൽ ഉണ്ടാവും. ഏകദേശം 90-ന് ശേഷമായിരിക്കും ആയത്തുന്ന. അപ്പൊ കിടന്നുറങ്ങുമ്പോൾ അള്ളാന്റെ ശിക്ഷ വരും, കളിച്ചുല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ശിക്ഷ വരുന്ന. അതിലൊന്നും നിങ്ങൾ എന്തല്ല എന്നാ പറഞ്ഞത്, നിർഭയരല്ല എന്നാ പറഞ്ഞത്. ഏകദേശം 97 മുതലുള്ള ആയത്ത് വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് അവിടെ എടുത്തു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതിലേക്കാണ് നമ്മള്. അഫ അമിനു മക്റല്ലാ, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് അവർ നിർഭയരാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുകയില്ല ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളായ സമൂഹമല്ലാതെ. അല്ല തന്ത്രം പ്രയോഗിക്കും. വഹുവ ഷദീദുൽ മിഹാൽ. അപ്പൊ അല്ല എനിക്കെതിരെ തന്ത്രം പ്രയോഗിക്കുന്നതിനെ തൊട്ട് ഞാൻ നിർഭയനാണോ? ഞാൻ നഷ്ടകാരിയായിരിക്കും. നമ്മൾക്ക് ഓരോരുത്തർക്കെതിരെയും അല്ല തന്ത്രം പ്രയോഗിക്കും. അതാ ഖുർആന്റെ ചോദ്യം. നിങ്ങൾ കളിച്ചുല്ലസിക്കുമ്പോ അള്ളാന്റെ ശിക്ഷ വരും, ശ്രദ്ധിച്ചോളിയുണ്ട്. നിങ്ങൾ കടന്നുറങ്ങുന്ന സമയത്തില്ലേ, അങ്ങനല്ലേ, അത് പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ? പൊട്ടി മല പൊട്ടുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങാടി പോയ ആള് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ മൂപ്പരെന്ത് ചെയ്തില്ല, മൂപ്പരെ കണ്ടില്ല, അതിൽ മൂപ്പരും പോയി. അല്ലോക്ക് കടന്നുറങ്ങിയത് ഒരു രക്ഷയില്ല. അള്ളാന്റെ തന്ത്രം മക്കറല്ല. ഇത് ജീവിച്ചിരിക്കുന്നത് നമ്മൾക്കൊക്കെ എന്താണ് പാടാണ്. അള്ളാന്റെ മക്കറിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ? കിടന്നുറങ്ങുമ്പോഴും വരും. നമ്മൾ വിചാരിക്കും നല്ല പട്ടിയും കമ്പിയൊക്കെ ഇട്ട നല്ല ജനലാണ് അല്ലേ, വാതിലിന് 4 കുറ്റിയുണ്ട്, പൂട്ട് 6 ഒരു പ്രശ്നവുമില്ലാന്ന്. പക്ഷേ ആ പിന്നെ ബങ്കറുകളൊന്നും നമുക്ക് എന്ത് ചെയ്യൂല, രക്ഷ നൽകുകയില്ല. അള്ളാഹ് അങ്ങേറ്റം തന്നെ. എന്നിട്ട് അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായി ജീവിക്കരുത് എന്നാ. അഫ അമിനു മക്റല്ലാഹ്. അപ്പൊ അള്ളാഹുവെ, നിന്റെ തന്ത്രത്തിൽ നിന്ന് നീ എന്ത് ചെയ്യണം? എന്നെ രക്ഷപ്പെടുത്തണേന്ന് നിത്യേന എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നീ എനിക്കത് എന്ത് ചെയ്യരുത്, നിന്റെ തന്ത്രം പ്രയോഗിക്കരുത്, നിന്റെ മക്റ് പ്രയോഗിക്കരുത്. അങ്ങനെ അങ്ങാണ്ട് പ്രയോഗിച്ചാൽ കുടുങ്ങിയ തന്നെ, യാതൊരു രക്ഷയില്ല. അപ്പം അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയമായി ജീവിക്കുന്നവൻ നഷ്ടകാരിയാണ് എന്നാണ് ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹ് ഷദീദുൽ മിഹാൽ. പക്ഷെ ആ ബോധം ഉണ്ടോ നമുക്ക്? എൻ്റെ അടുത്ത് അത്യാവശ്യമൊക്കെ ചില്ലറുണ്ട്, അക്കൗണ്ടിൽ ബാലൻസ് ഒക്കെ ഉണ്ട്, പിന്നെ വരുമാനവും ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ആലോചിക്കല്. പിന്നെ ഇപ്പൊ അത്യാവശ്യം ആരോഗ്യമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒക്കെ അങ്ങനെ സ്മൂത്തായി പോകുന്ന. പക്ഷെ ആ സ്മൂത്തായി പോണീന്റെ അടിയിൽ ഇന്നൊന്ന് അല്ലേ, ഒരു ചെറിയൊരു കോട്ടിങ് ഇങ്ങോട്ട് വന്നാൽ മതി, തീർന്നു. വള്ളംകുടം വീണാതിരിയായി, ഓരോ ചിണ്ടിൻ ചൂരിയൊക്കെ കോടി, പിന്നെ കൈക്കൊന്നും വേനല്ലാതായി അല്ലേ? അതുവരെ എന്തേനും ഉഷാറില്ലേ? കളിക്കണീന്റെ അടിയിലാണ് വീണിട്ടത്. നല്ല വ്യായാമം ചെയ്യാൻ, വ്യായാമം ചെയ്യണീന്റെ അടിയിൽ പണി കഴിഞ്ഞു. അപ്പം വ്യായാമം ചെയ്യേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അല്ലേ, നല്ല ഗുളികയൊക്കെ കുടിച്ചിട്ട് മസിൽ പവറൊക്കെ ഉണ്ടാക്കി ജിമ്മിനൊക്കെ പോയിട്ട് നോമ്പും നോൽക്കൂല. നോമ്പൊറ്റ മസിലിന്റെ കനം പോകും, അതിൻ്റെ ആ വടിവത്ത മസിലൊക്കെ പോകുമെന്ന് വിചാരിച്ച് അള്ളാന്റെ കൽപ്പന പോലും ധിക്കരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അള്ള എപ്പോഴാ പിടിക്കുക പറയാൻ പറ്റൂല. ആലോചിച്ച് നോക്കിയാട്ടെ, മൂസാ നബിനെ കൊല്ലാൻ തീരുമാനിച്ച ഫിറോന്റെ കൊട്ടാരത്തിൽ മൂസാ നബിയെ വളർത്തിയില്ലേ? പടച്ചോന്റെ തന്ത്രം ആലോചിച്ച് നോക്കിയാട്ടെ. മാത്രമല്ല മൂസാ നബിന്റെ അമ്മക്ക് ശമ്പളം കൊടുപ്പിച്ചോളാം. അതിപ്പോ ആ കുട്ടിയാണ് നാട്ടിൽ ആ വീട്ടിലേക്കാണെങ്കിൽ ശമ്പളം കൊടുക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് ശമ്പളം കൊടുപ്പിച്ചു. അവസാനം ആ മൂസാ നബിന്റെ പിന്നാലെ പോയിട്ടില്ലേ, ഏതാനും പണ്ടാരങ്ങൾ ചാടിയാണ്, കടലിൽ ചാടിയാണ്. ഒരു പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഇവിടുന്ന് ഒന്ന് നീട്ടിയൊരു വെടിവെച്ചാൽ മതി, ഇനി ചവിട്ടി പേടിച്ച. പക്ഷെ അതിന് സമ്മതിച്ചില്ല അയാളെ അഹങ്കാരം. പിന്നാലാണ് പോയി. അവസാനം വെള്ളം കുടിച്ച് മരിച്ചു അല്ലേ? വെള്ളം കിട്ടാതെ മരിക്കലുണ്ട് ചിലര്. ഇത് വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്തു? മരിച്ചു. അള്ളാന്റെ തന്ത്രം ആലോചിച്ച് കേട്ടെ. അള്ളാന്റെ തന്ത്രത്തിന്റെ മുമ്പില് ഞാനൊരു ക്ലാസ്സിലാണ്, എന്തേ പ്രത്യേകിച്ച് എന്തുണ്ടോ? തന്ത്രം പ്രയോഗിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ തന്ത്രം ഷദീദുൽ മിഹാൽ. അതുകൊണ്ട് ഇനി സംഗതി ചുരുക്കി പറയാണ്, റബ്ബിലേക്കാണ് നിങ്ങൾ ഖൗഫും ത്വമഉം എല്ലാം അർപ്പിക്കേണ്ടത്. ഇനി ചുരുക്കി പറയാണ്, ലഹു ദഅവത്തുൽ ഹഖ്. അല്ലേ? ലഹു, അവനാണ് ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനുള്ളതാണ്. ലഹു, അവനുള്ളതാണ്.
ദഅവത്ത്, ദുആ, പ്രാർത്ഥന, അൽ ഹക്ക്, സാക്ഷാൽ പ്രാർത്ഥന, യഥാർത്ഥ പ്രാർത്ഥന അവന് മാത്രമുള്ളതാണ്. അപ്പോ ഖൗഫും തമഴും ആരിലേക്കാണ് കൊടുക്കേണ്ടത്? റബ്ബിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനക്കർഹൻ അവൻ മാത്രാണ്, വേറെ ആരുമല്ല. അമ്പിയാക്കളല്ല, ഔലിയാക്കളല്ല, മഹാന്മാര്, മുനിമാര്, മഹർഷിമാര്, ദിവ്യന്മാര്, സിദ്ധന്മാര്, ബാവമാര്, ബീവിമാര്, ജിന്നുകള്, മലക്കുകളും ഒന്നുമല്ല. ലഹു അവനുള്ളതാണ്. ആര്? മുകളിലെ ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തി തന്ന ആ റബ്ബിനുള്ളതാണ് ദഅവത്തുൽ ഹക്ക്, യഥാർത്ഥ പ്രാർത്ഥന. അത് മറ്റൊരാളിലേക്കും തിരിച്ചുവിടാൻ പാടില്ല. ഇനി ഈ പറഞ്ഞത് കേൾക്കാതെ അല്ലാത്തവരോട് ആരെങ്കിലും തേടി ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ, മലക്കെ രക്ഷിക്കണേ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും തേടിയാൽ കേട്ടോളി അവരുടെ അവസ്ഥ. വല്ലദീന യദുഊന, അവർ വിളിച്ചു തേടുന്നവർ, വല്ലദീന യദുഊന അവർ വിളിച്ചു തേടുന്നവർ, മിൻ ദൂനിഹി അവനു പുറമെ, ആ അള്ളാഹുവിനു പുറമെ ഏതൊക്കെ ശക്തി അവർ വിളിച്ചു തേടുന്നുണ്ടോ, ലാ യസ്തജീബൂന അവർ ഉത്തരം ചെയ്യുകയില്ല, ലഹും ഈ വിളിച്ചു തേടുന്നവർക്ക്, ബിശൈഇൻ ഒരു കാര്യത്തിൽ. ജിന്നിനോട് തേടിയാൽ അല്ലറ ചില്ലറ സഹായമൊക്കെ കിട്ടൂല, ഒരല്ലറ ചില്ലറയും കിട്ടൂല. ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഒരു കാര്യത്തിൽ ഉത്തരം ചെയ്യൂല. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. പണ്ട് മാതൃഭൂമിയിലൊരു കവിത വന്നിനി. ഒരച്ഛൻ മകനെ 7 തേങ്ങയായിട്ട് പറഞ്ഞയച്ചു. എന്താണ്? ഇന്ന് മഴ വർഷിക്കരുതേ എന്ന് പോയി ഈ തേങ്ങ അവിടെ ഉടച്ചിട്ട് എന്ത് ചെയ്യണം? ഇന്ന് മഴ വർഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം പ്രതിഷ്ഠയിലെ. അപ്പൊ മകൻ കുറച്ച് കഴിഞ്ഞപ്പോ ആ 7 തേങ്ങയായിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്താണ്? ഇന്ന് മഴ വർഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തേങ്ങ ഉടച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതല്ലേ, ഇതെന്തേ ചെയ്യാൻ തന്നെ? അച്ഛ അവിടെ 15 തേങ്ങ വെച്ചിട്ട് ഒരാൾ ഇന്ന് മഴ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ തേങ്ങ കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ആലോചിച്ച് നോക്ക്, പിന്നെ 15 തേങ്ങ വെച്ച് അവിടെ നേരെ എതിരാണ് പ്രാർത്ഥിക്കുന്നത്. 7 തേങ്ങ കൊണ്ട് പിന്നെ ഞാൻ ഇന്ന് മഴ പെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ആ തേങ്ങ കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ 7 അല്ല 10 എത്ര വെച്ചത് അതിൽ ആത്യന്തികമായി തീരുമാനം എടുക്കാൻ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ദേവന്മാർക്കോ ദേവിമാർക്കോ സാധിക്കൂല. അതിനപ്പുറം ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ അത് ആർക്കാണ് നൽകേണ്ടത് എന്ന് കൃത്യമായി തീരുമാനിക്കാൻ അധികാരമുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. അതിനിപ്പോ 5000 തേങ്ങ വെച്ചവനെതിരേക്കാരൻ ചിലപ്പോൾ അള്ളാഹിന്റെ തീരുമാനം വരിക. ഓൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, ഇപ്പുറത്ത് 5 തേങ്ങ വെച്ച് കാട്ട് പ്രാർത്ഥിച്ചാട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ 5 ജുസ് ഓതി കാട്ട് പ്രാർത്ഥിച്ചാൽ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചോണ്ടാവും, 30 ജുസ് ഓതി മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചോണ്ടാവും. ചിലപ്പം 5 ജുസ് വെച്ച് ഓതിയോന്റെ പ്രാർത്ഥനയൊക്കെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അത് തീരുമാനിക്കാനുള്ള അധികാരം സ്വേച്ഛാധിപതി ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാൻ പറ്റുന്നവൻ ആര് മാത്രമാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥൻ മാത്രാണ്. ആർക്കാണോ നൽകേണ്ടത്, ഏത് സമയത്താണോ നൽകേണ്ടത്, എത്ര അളവിലാണോ കൊടുക്കേണ്ടത്, അതൊക്കെ അള്ളാഹ് തീരുമാനിക്കും. ഒരാൾ 15 കൊല്ലമായിട്ട് ഗൾഫിലാണ്, ഓനിതുവരെ 5 സെന്റ് സ്ഥലം കൂടി ആയിട്ടില്ല. ഓന് തട്ടിപ്പും പറ്റിയൊന്നുമില്ല. 15 കൊല്ലമായിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഒരു 5 സെന്റ് സ്ഥലം കൂടി ആയിട്ടില്ല. വേറൊരുത്തൻ 5 കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ടുള്ളൂ. ആ 5 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു? വീടും പരിയൊക്കെ ആക്കി കുട്ടികളെയും കെട്ടിച്ചൊക്കെ ഉഷാറായി. എന്തേ? രണ്ടാളത്തും തട്ടിപ്പും പറ്റിപ്പൊന്നുമില്ല. ഓന് അങ്ങനെ നേരം കൊടുത്ത് വൈകുന്നേരം ആവോളം അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു ഹൈറും വർക്കത്തൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. ആരാ കൊടുക്കേണ്ടത്? അള്ളാഹാണ് കൊടുക്കേണ്ടത്. അപ്പൊ അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് അത് ലഭിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു തേടിയാലും ലാ യസ്തജീബൂന ലഹു ബിശൈഇൻ ഒരു കാര്യത്തിലും എന്ത് ചെയ്യൂല? ഉത്തരം ചെയ്യൂല. ഒരു ചുക്കും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. മലക്കാവട്ടെ, ജിന്നാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ. ഇനി അത് പറഞ്ഞാൽ തിരിയാത്തവന് അള്ളൊരു ഉദാഹരണം പറയാം. ഇല്ലാ കബാസിത്തി കഫൈഹി ഇലൽ മാ,
ഇല്ലാ കബാസിത്തി കഫൈ, കൈകൾ നീട്ടിയവനെ പോലെ അല്ലാതെ. ബസത്ത എന്ന് പറഞ്ഞാൽ നീട്ടിയുന്ന, ബാസിത്ത് നീട്ടുന്നവൻ. ബാസിത്തി കഫൈഹി, രണ്ട് കഫുകളും നീട്ടിയിട്ടുണ്ട്. കഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ മുൻകൈയെ, ഈ രണ്ട് കഫ് നീട്ടിയിട്ടുണ്ട്. ഇരൽ മായി, വെള്ളത്തിലേക്ക് നീട്ടി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് കൈയിന്റെയും കഫ് ഇങ്ങനെ ടാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരാൾ കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് കിണറിന്റെ മുമ്പിൽ പുഴന്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനാണ്? ലീ ഇരൽ മാ, വെള്ളത്തിലേക്കാണ് നീട്ടിയട്ടോ. എന്തിനാ? ലീ യബുലു, ആ വെള്ളം എത്തുന്നതിന് വേണ്ടി, ഫാഹു, അവന്റെ വായയില്, തന്റെ വായയിലേക്ക് വെള്ളം എത്താൻ വേണ്ടി വെള്ളത്തിന്റെ മുമ്പിൽ വന്നു കണ്ട് കൈ ഇങ്ങനെ നിവർത്തി പിടിച്ച് നിൽക്കുന്നവരെ പോലെയാണ് ആരുടെ അവസ്ഥ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ. അള്ളന്റെ മറുപടി പറയാ, വമാ ഹുവ ബിബാലിഹി, ആ വെള്ളം അവന്റെ വായയിൽ എത്തുകയില്ല. വമാ ഹുവ, അതല്ല, ആ വെള്ളമല്ല, ബിബാലിഹി, അവന്റെ വായയിൽ എത്തുകയില്ല. വെള്ളത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് കൈ നിവർത്തി പിടിച്ച് നീട്ടി നിന്നാൽ ആ വെള്ളം അവന്റെ വായയിൽ എത്തൂല. ഇതുപോലെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ. ആ പ്രാർത്ഥനക്ക് റബ്ബല്ലാത്ത ഒരാളും എന്ത് ചെയ്യൂല? ഉത്തരം ചെയ്യുകയില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അതിനും അള്ളാഹ് എന്ത് ചെയ്യൂല? ഉത്തരം നൽകൂല. ആയത്ത് പറഞ്ഞേരി, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകൂല. ഇന്നിപ്പോ അങ്ങനെ പുതിയ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനക്ക് ചിലപ്പോ അള്ളാഹ് ഉത്തരം നൽകുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലേ അള്ളാഹ് ഉത്തരം നൽകുള്ളൂ. വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു. എന്താ ഉജീബു? ഞാൻ ഉത്തരം നൽകും. അല്ലെ, ഉജീബു ദഅവത്ത ദാഇ, ദുആ നടത്തുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. എപ്പോഴും? ഇദാ ദാനി, എന്നോട് പ്രാർത്ഥിച്ചാൽ. മമ്പുറത്ത് തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉത്തരം നൽകൂല. ബദരീങ്ങളെ രക്ഷിക്കണേ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉത്തരം നൽകൂല. അള്ളാഹ് ഉത്തരം നൽകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. പോരാ, അള്ളാഹുവിനെ വിശ്വസിച്ച് വിളിക്കും വേണം. വൽയുമിനു ബി, കിട്ടുവോ കിട്ടൂലേ? കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചാൽ പറ്റൂല. ഞാൻ അള്ളാഹിനോടാണ് പറയുന്നത്. എല്ലാം അറിയുന്ന, കേൾക്കുന്ന, കാണുന്ന, കഴിവുള്ള, അലാകുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹിനോടാണ് ഞാൻ പറഞ്ഞത് എന്ന വിശ്വാസത്തോടു കൂടി വിളിക്കണം. വൽയുമിനു ബി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്നിട്ട് വിളിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ഉത്തരം നൽകുള്ളൂ. അല്ലാത്ത ഒരു ശക്തിയോട് തേടിയാലും അള്ളാഹ് ഉത്തരം നൽകൂല. അവൻ വെള്ളത്തിന്റെ മുമ്പിൽ തന്റെ വായയിൽ വെള്ളം എത്താൻ വേണ്ടി രണ്ട് മുൻകൈകളും നിവർത്തിപ്പിടിച്ചവനെ പോലെയാണ്. വമാ ദുആഉൽ കാഫിരീന, സത്യനിഷേധികളുടെ പ്രാർത്ഥനയല്ല, ഇല്ലാ ഫീ ളലാൽ, വഴികേടിലാണ്. സത്യനിഷേധികളുടെ തേട്ടം അങ്ങേറ്റത്തെ വഴികേടിലാണ്. ആ പ്രാർത്ഥനക്ക് അള്ളാഹ് ചെയ്യുകയില്ല, ഉത്തരം നൽകുകയില്ല. അപ്പൊ ആരാണ് അള്ളാഹ്? ആ അള്ളാഹിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി വന്നിരുന്നത്. അപ്പോ ഹൗഫ് ഉണ്ടാവട്ടെ, തമ ഉണ്ടാവട്ടെ, എല്ലാം ആരിലാണ് വെക്കേണ്ടത്? അള്ളാഹുവിലേക്കാണ് സമർപ്പിക്കേണ്ടത്. ആത്യന്തികമായി വൈബിയായി ഭയപ്പെടേണ്ടത് അള്ളാഹിനെ മാത്രമാണ്. വൈബിയായി രക്ഷ പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്ന് മാത്രമാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതിനപ്പുറം ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പ്രപഞ്ചത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് റബ്ബ് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് കൂടുതൽ അടുക്കണം. അല്ലെ, അള്ളാഹ് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? നമ്മളെ സ്ഥിതിക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മാറണം എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മാറണം, എന്നാലേ അള്ളാഹ് നമ്മളുടെ സ്ഥിതിക്ക് എന്ത് ചെയ്യുള്ളൂ? മാറ്റം വരുത്തുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ റബ്ബിന്റെ അനുഗ്രഹം ലഭ്യമാവുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവെ, അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. നിന്റെ തന്ത്രത്തെ തൊട്ട് നീ ഞങ്ങളെ എല്ലാവരും കാത്തുരക്ഷിക്കണമേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കള്, മക്കള്, ഇണകള്, ബന്ധുക്കള്, ഗുരുനാഥന്മാര്, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ.
ഫാസിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, ഷറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അവർക്ക് സ്വസ്ഥമായ ജീവിതം നീ കനിഞ്ഞരുളണമേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.